ഓം നമോ ഭഗവതേ വാസുദേവായ. ഈ ശ്രീമദ് ഭാഗവത ധ്യാനത്തിലൂടെ ഇപ്പോ നമ്മള് ഭാഗവത പുരാണത്തിലെ അതിപ്രധാനമായിരിക്കുന്ന ഒരു പ്രകരണത്തെക്കുറിച്ച് വിചാരം ചെയ്യുവാൻ ആരംഭിക്കുകയാണ്. അതിപ്രധാനമായ ആ പ്രകരണം ശ്രുതിഗീത എന്ന് പറയുന്നതാണ്. ശ്രുതിഗീതയുടെ സംക്ഷിപ്തമായൊരു സാരം ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. ആ പറഞ്ഞത് കൂടാതെ ആ അധ്യായത്തിന്റെ പാരായണവും ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ആ 28 ശ്ലോകങ്ങളിലൂടെ വ്യക്തമാക്കിയിരിക്കുന്ന സാരം, അർത്ഥം എന്താണ് എന്നത് പരിശോധിക്കുവാൻ പോവുകയാണ്. ശ്രീമദ് ഭാഗവതത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, ശ്രുതിഗീത എന്ന് പറയുന്നത് എല്ലാ വേദങ്ങളുടെയും പുരാണങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും സർവസ്വമാണ് എന്ന്. എല്ലാതിൻ്റെയും സർവസ്വമായ ആ ശ്രുതിഗീതയുടെ സാരം നമുക്കും അറിയുവാനായിട്ട് ശ്രമിക്കാം. അതായത് ശ്രീ പരീക്ഷിത്തിന്റെ ചോദ്യം എന്തായിരുന്നു? 87-ാമത്തെ അധ്യായം ആരംഭിക്കുമ്പോൾ ഉണ്ടായ ചോദ്യം, കാര്യകാരണങ്ങൾക്ക് അതീതമായ നിർഗുണവും അതുപോലെ അറിവിന് വിഷയമല്ലാത്തതുമായ ആ സച്ചിദാനന്ദ പരബ്രഹ്മത്തെ വേദങ്ങളെ എങ്ങനെയാണ് ഉദ്ബോധിപ്പിക്കുന്നത്? ഇതാണ് പ്രസക്തമായ ശ്രുതിഗീത ആരംഭിക്കുവാനുണ്ടായ അല്ലെങ്കിൽ വ്യക്തമാക്കുവാനുണ്ടായ ചോദ്യം. ശ്രീ പരീക്ഷത്തിന്റെ ചോദ്യത്തിന് ശുകബ്രഹ്മർഷി മറുപടി പറയുകയാണ്. അതായത് ഈ ശബ്ദം പദാർത്ഥങ്ങളെ എങ്ങനെയാണ് ബോധിപ്പിക്കുന്നതെന്നാണ് ആദ്യമായിട്ട് പറയുന്നത്. കാരണം ശബ്ദം പദാർത്ഥങ്ങളെ ബോധിപ്പിക്കുന്നത് വൃത്തികളിലൂടെയാണ്. അതായത് പ്രധാനമായിട്ട് മുഖ്യ എന്നും ഗൗണി എന്നും ലക്ഷണ എന്നും പറയുന്ന 3 വൃത്തികളുണ്ട്. ഈ വൃത്തികളിൽ നിന്നുമാണ് ഒരു ശബ്ദം അതിന്റെ സാരത്തെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അതായത് മുഖ്യവൃത്തി, ഗൗണീവൃത്തി, ലക്ഷണാവൃത്തി. ഇതില് ഈ മുഖ്യാവൃത്തിയെ തന്നെ രൂഢിയെന്നും യോഗമെന്നും 2 രീതിയിൽ പറയുന്നുണ്ട്. കാരണം 2 രീതിയിലാണ് മുഖ്യാവൃത്തിയിലെ ശബ്ദത്തിന്റെ അർത്ഥത്തെ നമ്മൾ അറിയുന്നത്. അതായത് രൂഢീവൃത്തിക്ക് ഉദാഹരണം എന്താണെന്ന് വെച്ചപ്പോ, ഉദാഹരണമായിട്ട് ആ സ്വാമി നല്ല അദ്വൈത അവബോധം ആർജിച്ച വ്യക്തിയാണ്. അതാ നമ്മുടെ ശ്രീരാമൻ പോകുന്നു. ഇങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ ആ സംസാരം കേൾക്കുന്ന മാത്രത്തിൽ തന്നെ യാതൊരുവിധ സംശയത്തിനും ഇടവരാത്ത രീതിയിൽ നമുക്ക് അതിന്റെ അർത്ഥത്തെ മനസ്സിലാക്കാൻ കഴിയും. ആരാണ് പോകുന്നതെന്നും ആരെക്കുറിച്ചാണ് പറയുന്നതെന്നും. അപ്പൊ ഇതാണ് രൂഢീവൃത്തിക്ക് ഉദാഹരണമായിട്ട് ഉള്ളത്. അതായത് അർത്ഥവും
ആ ശബ്ദങ്ങളും തമ്മിൽ ദൃഢമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതാണ് രൂഢീവൃത്തി. അപ്പൊ ഈ യോഗം എന്ന് പറയുന്ന മുഖ്യാവൃത്തിയില് അതിനെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക? അതിനെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 or 3 പദങ്ങളുടെ ചേർച്ച കൊണ്ട് ഊഹിച്ച് എടുക്കേണ്ട അർത്ഥമാണ് അതിൽ വരിക. എന്ന് വെച്ചാൽ പങ്കജം, ചന്ദ്രമൗലി. പങ്കജം എന്ന് പറയുമ്പോൾ എന്താ? പങ്കത്തിൽ ജനിച്ചത്. പങ്കെന്ന് പറയുമ്പോൾ ചെളി, ചെളിയിൽ ജനിച്ചത്. വാസ്തവത്തിൽ എന്താണ്? താമര. അല്ലെങ്കിലോ ചന്ദ്രമൗലി, അതായത് ചന്ദ്രനെ മൗലി, ചന്ദ്രനെ ശിരസിൽ ധരിച്ചത്, അതായത് ശിവനെന്ന്. ഇങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് ചിന്തിച്ച് അർത്ഥം കണ്ടെത്തേണ്ടതിനെയാണ് യോഗ എന്നുള്ള വൃത്തിയിലൂടെ അറിയേണ്ടത്. ഇനി പുരുഷസിംഹം, നരവ്യാഘ്ര, ഇങ്ങനെയൊക്കെ പറയുമ്പോഴെന്താണ്? സിംഹത്തിന്റെ പരാക്രമം എന്ന ഗുണം, അതുപോലെ പുലിയുടെ ശൗര്യമാകുന്ന ഗുണം ഉള്ള വ്യക്തി എന്ന രൂപത്തിൽ അർത്ഥം ബോധിപ്പിക്കുന്നതാണ് ഗൗണീവൃത്തി. അപ്പൊ നമ്മള് മുഖ്യവൃത്തിയുടെയും അതുപോലെ ഗൗണീവൃത്തിയുടെയും ഏകദേശം അർത്ഥത്തെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ലക്ഷണാവൃത്തിയെയാണ് അറിയേണ്ടത്. ഈ ലക്ഷണാവൃത്തി വാസ്തവത്തില് 3 വിധത്തിലാണുള്ളത്. അതായത് ത്യാഗലക്ഷണം, ഭാഗലക്ഷണം, ഭാഗത്യാഗലക്ഷണം എന്നാണ്. അതായത് ഇപ്പൊ നമ്മുടെ കേൾക്കുന്ന സമയത്ത് യുക്തിക്ക് യോജിക്കാത്തത് കൊണ്ട് അതിന്റെ ശബ്ദത്തിന്റെ അർത്ഥത്തെ തള്ളിക്കളഞ്ഞു അതിനോടനുബന്ധിച്ച് മറ്റൊരു അർത്ഥത്തെ സ്വീകരിക്കുന്നതിനെയാണ് ത്യാഗലക്ഷണ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ത്രിപുരാശ്രമം അന്തിമഹാകാളൻ കാവിലാണ് എന്ന് പറയുമ്പോൾ വാസ്തവത്തില് അന്തിമഹാകാളൻ ക്ഷേത്രത്തിൽ എന്തായാലും ആശ്രമം ഉണ്ടാകുവാൻ വഴിയില്ല. അപ്പൊ എന്താ എന്ന് മനസ്സിലാക്കേണ്ടത്? ത്രിപുരാശ്രമത്തിന്റെ അടുക്ക് എന്തുണ്ട്? അന്തിമഹാകാളൻ ക്ഷേത്രമുണ്ട് എന്നുള്ള അർത്ഥമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. അതാണ് ത്യാഗലക്ഷണം. പിന്നെ ഇനി കേൾക്കുമ്പോൾ അർത്ഥം പൂർണ്ണമായി മനസ്സിലാവാത്തത് കൊണ്ട് ആ വാക്യത്തോട് വേറെ ചില പദങ്ങൾ കൂട്ടിച്ചേർത്ത് അർത്ഥം മനസ്സിലാക്കുന്ന സമ്പ്രദായത്തിനെ ഭാഗലക്ഷണ എന്ന് പറയാം. അതായത് ഇപ്പോ ആശ്രമത്തില് വന്ന അന്തേവാസികള്, ഭക്തജനങ്ങള് ഇപ്പൊ ആശ്രമത്തിൽ നിന്ന് ഇറങ്ങി അവര് റോട്ടിൽ നിൽക്കുക. അപ്പൊ അവര് പറയാണ്, എന്താ പറയുന്നത്? അതാ പാലക്കാട് വരുന്നു. പാലക്കാട് വരുന്നു എന്ന് പറഞ്ഞാൽ പാലക്കാട് എന്തായാലും വരുമോ? വരില്ല. അപ്പൊ പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന ബസ് അതാ വരുന്നു എന്നതാണ് അർത്ഥം. ഇങ്ങനെ അർത്ഥത്തെ ഗ്രഹിക്കുന്ന രീതിയെയാണ് ഭാഗലക്ഷണ എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോ നമ്മുടെ ത്രിപുരാശ്രമത്തിലേക്ക് 10-20 വർഷങ്ങൾക്ക് മുൻപ് വന്നൊരു കൂട്ടര് എന്താ പറയുന്നത്? ഇപ്പൊ വന്നിട്ട് പറയുകയാണ്. എന്തു പറയുന്നു? അതേ ആശ്രമം തന്നെയാണ് ഇപ്പോഴും, എന്നുവെച്ചാൽ അതേ ത്രിപുരാശ്രമം തന്നെ. അന്ന് എന്താന്ന് വെച്ചാൽ ഒരു പനയോല കൊണ്ടുള്ള ഒരു കൂടാരമായിരുന്നു. ഇന്ന് അതിന്റെ സ്ഥാനത്ത് എന്താണ്? കോൺക്രീറ്റ് കെട്ടിടങ്ങളും പരിസരങ്ങളൊക്കെ. അപ്പൊ എന്താണ്? ആ വർഷങ്ങളുടെ
ദൈർഘ്യത്തെയൊക്കെ തള്ളിക്കളഞ്ഞിട്ട് എന്താണ് ഇവിടെ ഈ ആശ്രമത്തെ മാത്രമായിട്ട് സ്വീകരിച്ചിരിക്കുകയാണ്. അതേ ആശ്രമം തന്നെ. സ്വയം ദേവദത്ത എന്നൊക്കെ സാധാരണ പറയും. ആ ദേവദത്തൻ തന്നെ ഈ ദേവദത്തൻ. അതായത് ഇപ്പോ 10-20 വർഷം മുമ്പ് പല പ്രസ്ഥാനങ്ങളുടെയും അതുപോലെ സംഘടനകളുടെയും അതുപോലെ ആത്മീയ കേന്ദ്രങ്ങളുടെയും പ്രയത്നം ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി 20 വർഷങ്ങൾക്ക് കഴിഞ്ഞപ്പോഴെന്താണ് ആ ഒരു മഹായോഗി, ഒരു മഹാസന്യാസിയായി തീർന്നിരിക്കുന്നത്. ആ ആള് തന്നെയാണ് ഈ ആള് എന്ന് പറയുമ്പോൾ ആ കാലങ്ങളിലുണ്ടായ മാറ്റമൊക്കെ ഒഴിവാക്കിയിട്ട് ആ വ്യക്തിയുടെ വ്യക്തിത്വത്തെ അങ്ങോട്ട് സ്വീകരിക്കാം. അതാണ് ഭാഗത്യാഗ ലക്ഷണം. അപ്പൊ ഇങ്ങനെ ത്യാഗലക്ഷണയെ എന്ത് പറയുന്നു? ജഗലക്ഷണയെന്നും ഭാഗലക്ഷണയെ അജഗലക്ഷണയെന്നും ഭാഗത്യാഗലക്ഷണയെ എന്താണ് ജഗദഹജ ലക്ഷണയം എന്നുവെച്ചാൽ ജഗദജഗലക്ഷണയെന്നും പറയുക. ഇങ്ങനെയാണ് ഈ വേദവാക്യങ്ങൾ വാസ്തവത്തിൽ എന്താണ് ഭാഗത്യാഗ ലക്ഷണയിലൂടെയാണ് നിർഗുണ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നത്. അതായത് ഉണർന്നിരിക്കുക, സ്വപ്നം കാണുക, ഉറങ്ങുക, ഈ 3 അവസ്ഥകളെയും വ്യക്തമായി ബോധിക്കുന്ന ഒരു ജീവൻ, ഒരു ജീവിതമാണ് വ്യക്തിയുടേത്. അപ്പൊ ഈ 3 അവസ്ഥകൾക്കും ആശ്രയമായിരിക്കുന്ന അറിവിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പോ വാസ്തവത്തില് എന്താണ് ഈ ജാഗ്രത, സ്വപ്ന, സുഷുപ്തി എന്ന് പറയുന്നവ അജ്ഞാന അവസ്ഥയിൽ മാത്രം തോന്നപ്പെടുന്ന കൽപ്പനകളാണ്. അജ്ഞാനം നശിച്ചാലോ കൽപ്പനകളില്ലാതെ. അപ്പൊ ആ 3 അവസ്ഥകളും എന്ന് വെച്ചാൽ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി 3 അവസ്ഥകളും അങ്ങോട്ട് ഇല്ലാതായി എന്ത് സംഭവിക്കും? അതിൽ അഭിമാനിച്ചിരുന്ന ജീവൻ ജാഗ്രത, സ്വപ്ന, സുഷുപ്തികൾക്കും ആശ്രയമായ ബ്രഹ്മത്തോട് ഏകീഭവിച്ചേ ബ്രഹ്മൈവ ഭവതി, ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മം തന്നെയായി തീരുന്നു എന്നതുപോലെ ബ്രഹ്മമായിട്ട് തീരും. ഇങ്ങനെയാണ്. അതായത് അജ്ഞാനം നിലനിന്നിരുന്നപ്പോ തോന്നപ്പെട്ടിരുന്ന ജീവൻ തന്നെയാണ് അജ്ഞാനം നീങ്ങുമ്പോൾ ശേഷിക്കുന്ന ബ്രഹ്മം എന്ന അനുഭവം അങ്ങോട്ട് ഉണ്ടാവും. അല്ലെങ്കിൽ ദൃഢമാണ്. അങ്ങനെ അജ്ഞാനത്തെ നശിപ്പിച്ച് ജീവനെ തന്റെ അധിഷ്ഠാനമായ ബ്രഹ്മത്തോട് ഏകീഭവിപ്പിക്കാനുള്ള അനുഷ്ഠാനങ്ങളെയാണ് വാസ്തവത്തിൽ വേദങ്ങളിൽ പ്രതിപാദിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ ത്രിപുരാശ്രമത്തിൽ നിന്നും ത്രിപുരാശക്തി പൂജയെയും അതുപോലെ യോഗത്തിന്റെയും ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം, കുണ്ടലിനി യോഗം, രാജയോഗം, ഹഠയോഗം തുടങ്ങി നമ്മുടെ സംസ്കൃതിയിൽ അന്തർഭവിച്ച സകല ദർശനങ്ങളുടെയും പഠനപാഠനങ്ങൾക്കുള്ള ഒരു വേദിയാക്കി നമ്മുടെ ആശ്രമത്തെ മാറ്റിയിരിക്കുന്നത്. അതിരിക്കട്ടെ. അപ്പൊ ഇവിടെ ഈ ബ്രഹ്മത്തെ തന്നിൽ നിന്നും അന്യമായിട്ടൊരു വസ്തുവായിട്ട് അറിയുകയല്ല, മറിച്ച് എങ്ങനെ തിരമാല താൻ സമുദ്രം തന്നെ എന്ന് ബോധിക്കുന്നത് പോലെ ജീവൻ തന്റെ പരിച്ഛിന്നതയെ അകറ്റി അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു എന്ന അനുഭവ സ്വരൂപേണ അറിയുന്ന ആശയത്തെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ശുകബ്രഹ്മർഷി പരീക്ഷത്തിന്റെ ചോദ്യത്തിന് മറുപടി പറയുവാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു താല്പര്യം തുടങ്ങാൻ എന്താണ് അതിന്റെ സന്ദർഭം? ഈ ശ്രുതിഗീത വാസ്തവത്തിൽ ആദ്യം ആർക്ക് ബോധിപ്പിച്ചു എന്നുള്ളതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഇവിടെ അതിന് മുമ്പ് അതിന്റെ ഒരു പശ്ചാത്തലം എന്താന്ന് വെച്ചാൽ സർവശക്തനായ ഈശ്വരൻ മനുഷ്യർക്ക് ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ അതൊക്കെ സൃഷ്ടിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്തു? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം പറയുന്ന 4 പുരുഷാർത്ഥങ്ങളെ സാധിക്കുവാൻ വേണ്ടിയിട്ട് ആജ്ഞാപിക്കുകയാണ്, അല്ലെങ്കിൽ നിർദ്ദേശിക്കുകയാണ്, അല്ലെങ്കിൽ കൽപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോ അത് വർണ്ണ ആശ്രമധർമ്മങ്ങളിലൂടെ വേണം ധർമാർത്ഥ കാമമോക്ഷങ്ങൾ ആർജിക്കാൻ. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്ന 4 ആശ്രമങ്ങളിലൂടെ യഥാക്രമം ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന പുരുഷാർത്ഥ ചതുഷ്ടയത്തെ നമ്മൾ ആർജിക്കുക തന്നെ വേണം. അതിന്റെ വിശദമായ വിശകലനം നമ്മൾ 7ാമത്തെ സ്കന്ധത്തിൽ
അതിന്റെ അവസാനത്തെ ഭാഗത്ത് വർണ്ണാശ്രമധർമ്മം പറയുന്ന സാഹചര്യത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് ഈ സന്ദർഭത്തിൽ ഒന്നുകൂടി ഓർക്കുക. അപ്പോ ഇനി നാരായണ മഹർഷി നാരദന് ഉപദേശിച്ചു കൊടുത്ത സമ്പ്രദായത്തില് ഞാൻ അങ്ങേക്ക് ശ്രുതിഗീതയെ ഉപദേശിച്ചു തരാം എന്നും പറഞ്ഞിട്ടാണ് ഈ ശുകബ്രഹ്മർഷി ആയതിന്റെ വിശദീകരണം ആരംഭിക്കുന്നത്. അപ്പൊ അത് നമ്മുടെ നാരായണ മഹർഷി ജനലോകത്ത് വെച്ച് സനകാദികളും തമ്മിൽ നടത്തിയ ആ ബ്രഹ്മവാദത്തെയാണ് ഇവിടെ വാസ്തവത്തിൽ ചർച്ച ചെയ്യുവാൻ പോകുന്നത്. നാരായണ മഹർഷി പറയുകയാണ്, നാരദ, അങ്ങ് ക്ഷേത്രദ്വീപിലേക്ക് അനിരുദ്ധ ഭഗവാനെ കാണാൻ പോയിരുന്ന കാലത്ത് ജനലോകത്ത് വെച്ച് നൈഷ്ഠിക ബ്രഹ്മചാരികളായ സനകാദി യോഗികൾ വേദങ്ങളുടെ ബ്രഹ്മോദ്ബോധനത്തെ പുരസ്കരിച്ച് വിശദമായൊരു ചർച്ച നടത്തുകയുണ്ടായി. അങ്ങ് ചോദിച്ചതായ അതേ ചോദ്യം തന്നെയായിരുന്നു അവരുടെയും ചർച്ചാ വിഷയം. അവിടെ ബ്രഹ്മദേവന്റെ മാനസപുത്രന്മാരായ സനകൻ, സനന്ദനൻ, സനാതനൻ, സനത് കുമാരൻ എന്നീ നാലുപേരും ശാസ്ത്രബോധം, ജ്ഞാനം, തപസ്, സമദർശനം ഇവ കൊണ്ടെല്ലാം തുല്യരായിരുന്നു. അപ്പൊ സനന്ദനൻ വക്താവായിട്ടും മറ്റു 3 പേരും ശ്രോതാക്കളുമായിട്ടും അവർ ചർച്ച നടത്തി. സനന്ദനൻ എന്ന യോഗീശ്വരൻ പറഞ്ഞു, തന്നാൽ സൃഷ്ടിക്കപ്പെട്ട ഈ ജഗത്തിനെ തന്നെ ലയിപ്പിച്ച് പ്രളയകാലത്ത് യോഗനിദ്രയിൽ മുഴുകിയ ഈശ്വരനെ പ്രളയത്തിന്റെ അവസാനത്തിൽ ഈശ്വരനെ നിന്ന് നിശ്വാസരൂപേണ ആദ്യമായുണ്ടായ വേദങ്ങളെ സ്തുതിക്കാൻ തുടങ്ങി. അതായത് ചക്രവർത്തിയുടെ ഗുണഗണങ്ങൾ വർണ്ണിച്ച് പ്രഭാതത്തിൽ സ്തുതിപാഠകന്മാർ അദ്ദേഹത്തെ ഉണർത്തുന്നത് പോലെ ഈശ്വരന്റെ സഗുണ നിർഗുണ ഭാവത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് ശ്രുതികൾ സ്തുതിക്കുന്നു. ആ വേദസ്തുതി, ശ്രുതി തത്വം, ശ്രുതി സാരം, ശ്രുതി താത്പര്യം പറയുവാൻ ആരംഭിക്കുന്നു. ഇനി മുതൽ 1 മുതലുള്ള 28 ശ്ലോകമന്ത്രങ്ങളെ അതാണ് നിർവഹിക്കുന്നത്. നോക്കാം നമുക്ക്. അതായത് എല്ലാവരെയും ജയിക്കുന്ന ഭഗവാനെ ജയിക്കുവാൻ മായയ്ക്ക് പോലും കഴിയുകയില്ല. മായാതീതമായി പ്രകാശിക്കുന്ന ഭഗവാനെ അവിടുന്ന് ജയിച്ചാലും ജയ എന്ന് പറഞ്ഞ് നമ്മളിവിടെ അതിനെ പാരായണം ചെയ്യേണ്ടായി. അവിടുന്ന് സർവോത്കർഷേണ വർത്തിച്ചാലും ജീവന്മാർക്ക് സ്വരൂപ വിസ്മൃതി ഉണ്ടാക്കി തീർക്കുന്ന അവിദ്യയെ നശിപ്പിക്കണമേ. അതായത് ആത്മവിസ്മൃതി. ആദ്യം തന്നെ ആവശ്യം എന്താണ്? ഇപ്പൊ ആത്മവിസ്മൃതി ഉള്ളത് കൊണ്ടാണ് ഞാൻ ദേഹോഹം എന്നുള്ള ബോധം വരുന്നത്. അതുകൊണ്ട് അതിന് കാരണമായിരിക്കുന്ന അവിദ്യയെ നശിപ്പിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന ഭഗവാൻ ഐശ്വര്യം, വീര്യം, ശ്രീ, യശസ്, ജ്ഞാനം, വൈരാഗ്യം എന്നിവയുടെ പൂർണ്ണഭാവമാണ്. ഭഗവാനെ സ്ഥാവരങ്ങളും ജംഗമങ്ങളുമായ സകല ജീവജാലങ്ങളിലുമുള്ള എല്ലാവിധ ശക്തികളെയും ഉണർത്തിവിടുന്ന അങ്ങ് ചിലപ്പോൾ പ്രകൃതിയെ സ്വീകരിച്ച് സൃഷ്ടിസ്ഥിതി സംഹാരമാകുന്ന ലീലകളെ നടത്തുകയാണ്. അതിനും ചിലപ്പോൾ പ്രകൃതിയെ തള്ളിക്കളഞ്ഞുകൊണ്ട് കേവലം അദ്വിതീയ സ്വരൂപിയായി വിളങ്ങുന്നു എന്നതിനും വേദങ്ങളായ ഞങ്ങൾ തന്നെയാണ് പ്രമാണം. വേദങ്ങൾ പറയുന്നതാണ്, അത് വേദത്തിന്റെ സ്ഥിതിയാണ്. പിന്നെ തുടരുന്നു.
മൺപാത്രങ്ങളായ ചട്ടി, കലം, കുടം മുതലായവ ഉണ്ടാകുന്നതിന് മുമ്പ് വാസ്തവത്തിൽ മണ്ണ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ മൺപാത്രങ്ങൾ ഉടഞ്ഞു കഴിഞ്ഞാൽ ശേഷിക്കുന്നതും മണ്ണ് മാത്രമാണ്. അങ്ങനെ വിചാരം ചെയ്തു നോക്കുമ്പോൾ മണ്ണ് തന്നെ മൺപാത്രങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് മണ്ണിൽ നിന്നും അന്യമായിട്ട് പാത്രങ്ങളില്ല. അതുപോലെ സൃഷ്ടിക്ക് മുമ്പും ബ്രഹ്മം മാത്രമാണ് ഉണ്ടായിരുന്നത്. സൃഷ്ടിക്കപ്പെട്ട എല്ലാ വസ്തുക്കളും നശിക്കുന്ന പ്രളയത്തിൽ ശേഷിക്കുന്നതും ബ്രഹ്മം മാത്രമാണ്. ആ സ്ഥിതിക്ക് സൃഷ്ടിക്കും പ്രളയത്തിനും ഇടയ്ക്ക് പ്രപഞ്ചാകാരേണ തോന്നപ്പെടുന്നതും സത്യത്തിൽ ബ്രഹ്മം തന്നെയാണ്. ഇങ്ങനെ വിചാരം ചെയ്ത് ബോധിച്ച ഋഷികള് അവരുടെ മനസ്സ്, വാക്ക്, ശരീരം ഇവ കൊണ്ട് ചെയ്യപ്പെടുന്ന സകല കർമ്മങ്ങളും പരബ്രഹ്മസ്വരൂപിയായ ഭഗവാന്റെ ആരാധനയായിട്ട് ആചരിച്ചിരിക്കുകയാണ്. കാരണം മണ്ണ് തന്നെ മൺപാത്രങ്ങളായി തോന്നപ്പെടുന്ന മാതിരി ബ്രഹ്മം തന്നെയാണ് മനസ്സായിട്ടും വാക്കായിട്ടും ശരീരമായിട്ടും പ്രതിഭാസിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനാൽ മനസ്സുകൊണ്ട് വിചാരിക്കുന്നതും വാക്കുകൊണ്ട് പറയുന്നതും ശരീരം കൊണ്ട് പ്രവർത്തിക്കുന്നതുമെല്ലാം ബ്രഹ്മത്തിൽ തന്നെ നടക്കുന്ന ചില വിക്രിയകളാണ്. കാരണം കല്ലിന്മേലായാലും, അതായത് പുല്ലിലായാലും മരത്തിന്മേലായാലും എന്തിൽ നിന്നായാലും അവയൊക്കെ വാസ്തവത്തിൽ എന്തിനെ ആശ്രയിച്ചിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്? മണ്ണിനെ, ഭൂമിയെ ആശ്രയിച്ചിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. കല്ലായി എന്തായാലും. അതുകൊണ്ട് കല്ലായിട്ടും പുല്ലായിട്ടും മരമായിട്ടും ഭൂമി തന്നെ പല പേരുകളിൽ വ്യവഹരിക്കപ്പെടുകയാണ്. അതുപോലെ സകല വ്യവഹാരങ്ങളും ബ്രഹ്മത്തിൽ മാത്രം നടക്കുന്നതായി മനസ്സിലാക്കിയ ഋഷികൾ സർവാത്മന ഈശ്വരാരാധനയിൽ അന്തർമുഖമായി ജീവിതം തുടരുകയാണ്. ബ്രഹ്മം തന്നെയാണ് ജഗത്തായി പ്രതിഭാസിക്കുന്നതെങ്കിലും ഇത് അനുഭവപ്പെടണമെങ്കിൽ മനസ്സ് ശുദ്ധമാകണം. മനസ്സ് ശുദ്ധമാകുവാൻ നിഷ്കളങ്കമായ ഭക്തി ആണ് എളുപ്പം ആവശ്യം. അപ്പോ ശുദ്ധമായ നിഷ്കളങ്ക ഭക്തി കൊണ്ട് മനസ്സ് ശുദ്ധമാകുന്നത് പോലെ എളുപ്പത്തിൽ മറ്റൊന്നുകൊണ്ടും മനസ്സ് ശുദ്ധമാകുന്നതല്ല. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണഭൂതമായ രജസപ്ത തമോ ഗുണങ്ങളുടെ നിയന്താവായ ഭഗവാനെ ഈ പരമാർത്ഥം മനസ്സിലാക്കിയവരായ വിവേകികള് ഭഗവത് കഥകളാകുന്ന അമൃത സമുദ്രത്തിൽ മുഴുകിക്കൊണ്ട് സകലവിധ ക്ലേശങ്ങളെയും ദുഃഖങ്ങളെയും ഉപേക്ഷിക്കുകയാണ്. കാരണം ദുഃഖത്തിന് ഹേതു എന്താണ്? ദുഃഖത്തിന് ഹേതു മനസ്സിലെ രജോ ഗുണവും തമോ ഗുണവും ഉണ്ടാക്കുന്ന വാസനകളും സങ്കല്പങ്ങളുമാണ്. ആ വാസനകളെ അകറ്റുവാൻ ഉതകുന്ന ഭഗവത് കഥകളെ അമൃത പോലെ എത്ര കേട്ടാലും തൃപ്തി വരാത്തതാണ്. അത് വീണ്ടും വീണ്ടും കേൾക്കും തോറും ഭക്തി വളർന്നു വരും. ഭക്തിഭാവം കൊണ്ട് മനസ്സിലെ സത്വഗുണം വർദ്ധിക്കും. സത്വഗുണത്തിന്റെ പൂർണ്ണതയിലോ സൂര്യപ്രകാശത്തിൽ ഇരുട്ടെന്ന പോലെ രജോ ഗുണവും തമോ ഗുണവും ഉളവാക്കുന്ന വാസനകളിൽ നിന്നും മോചനം നേടുവാനും സാധിക്കും. അങ്ങനെ ദുഃഖത്തിനു കാരണമായ വാസനകള് ഭക്തി കൊണ്ട് തന്നെ സമ്പൂർണമായി നശിക്കുന്ന സ്ഥിതിക്ക് കാലത്തിന്റെ വികാരങ്ങളായ ജരാമൃത്യുക്കളെയും മനസ്സിന്റെ മാലിന്യങ്ങളായ രാഗദ്വേഷങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് മുറിവില്ലാത്ത ആനന്ദസ്വരൂപമായ പരമാത്മതത്വത്തെ
ഉപാസിക്കുന്നവരുടെ ദുഃഖം നശിക്കുമെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ടോ? ഇല്ല, നശിക്കുക തന്നെ ചെയ്യാം. ജരയും മരണവും ശരീരത്തിനാണെന്നും രാഗദ്വേഷങ്ങൾ മനസ്സിനാണെന്നും നല്ലതുപോലെ ബോധിച്ച് ശരീരത്തിനും മനസ്സിനും സാക്ഷിയായ ആത്മാവാണ് ഞാൻ എന്ന് നിരന്തരം വിചാരം ചെയ്തുകൊണ്ടിരുന്ന മനസ്സ് തിരമാല സമുദ്രത്തിലെന്ന പോലെ മനസ്സിനെയും അധിഷ്ഠാനമായ ആത്മസ്വരൂപത്തിൽ ലയിച്ച് ഒന്നായിത്തീരും. മനസ്സിന്റെ അഭാവത്തിൽ ദുഃഖാനുഭവം ഉണ്ടാവുകയുമില്ല. ഭക്തി കൊണ്ട് രജോ ഗുണവാസനകളും തമോ ഗുണവാസനകളും നശിച്ചാൽ തന്നെ ദുഃഖം ഇല്ലാതെയാകും. അപ്പോൾ ദുഃഖത്തിന് മൂലകാരണമായിരിക്കുന്ന അജ്ഞാനം തന്നെ അങ്ങോട്ട് ജ്ഞാനം കൊണ്ട് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സാധു ജനങ്ങൾക്ക്, സന്യാസികൾക്ക് ദുഃഖം എവിടെ നിന്നും ഉണ്ടാകുവാനാണ്? പിന്നെ മഹത്തത്വം, അഹങ്കാരതത്വം, പഞ്ചഭൂതങ്ങൾ എന്നിവയ്ക്ക് ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കാൻ കഴിഞ്ഞത് ഏതൊരു പരമാത്മാവിന്റെ സാന്നിധ്യ വിശേഷത്താലും അനുഗ്രഹത്താലുമാണോ? ആ ഭഗവാനെ ഭജിക്കുന്നവരുടെ ജീവിതം മാത്രമാണ് സഫലമാവുക. ഈശ്വര ഭജനം ചെയ്യാത്തവരെന്താണ്? തോൾത്തുരുത്തികളെ പോലെ കാറ്റകത്തേക്ക് വലിച്ചുകൊണ്ടും പുറത്തേക്ക് വിട്ടുകൊണ്ടും ഒരു പ്രയോജനവുമില്ലാതെ ജീവിക്കുന്ന ജീവശവങ്ങളാണ്. ഈ ദേഹം വാസ്തവത്തിൽ എങ്ങനെയാ? അതായത് ദേഹത്തിനെ പഞ്ചകോശങ്ങൾ, അതായത് അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം എന്നിങ്ങനെ ആത്മസ്വരൂപത്തെ മറച്ചിരിക്കുന്ന പഞ്ചകോശങ്ങളെ അറിയുമ്പോൾ എന്താണ്? ആ പഞ്ചകോശങ്ങളെ ചൈതന്യവത്താക്കിക്കൊണ്ടും അവയിൽ നിന്ന് അന്യമായി വിളങ്ങുന്നതുമാണ് ആത്മതത്വമെന്ന് ശാസ്ത്രങ്ങൾ വിശേഷാൽ ബോധിപ്പിക്കുന്നുണ്ട്. അതായത് അന്നമയകോശം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥൂല ശരീരത്തെയാണ് അന്നമയകോശം എന്ന്. പിന്നെയോ പഞ്ചപ്രാണങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുവരുന്ന ഭാഗത്തെ പ്രാണമയകോശം എന്നും പറയുകയാണ്. ജ്ഞാനേന്ദ്രിയങ്ങളെയും മനസ്സിനെയും കൂടി മനോമയകോശമെന്നും ബുദ്ധിയെ വിജ്ഞാനമയകോശമെന്നും അവിദ്യയെ ആനന്ദമയകോശമെന്നും പറയുന്നു. അതുകൊണ്ട് എന്താണ് വേണ്ടത് ഇവിടെ? അവിദ്യയും ബുദ്ധിയും ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും കർമ്മേന്ദ്രിയങ്ങളും പ്രാണനും ശരീരവും ആത്മാവിൽ ആരോപിതമാണെന്ന് അറിയണം. അന്നമയകോശത്തിൽ നിന്ന് സ്ഥൂല ശരീരത്തെയും പ്രാണമയകോശത്തിൽ നിന്ന് പഞ്ചപ്രാണങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും മനോമയകോശത്തിൽ നിന്ന് ജ്ഞാനേന്ദ്രിയങ്ങളെയും മനസ്സിനെയും വിജ്ഞാനമയകോശത്തിൽ നിന്ന് ബുദ്ധിയെയും ആനന്ദമയകോശത്തിൽ നിന്ന് അവിദ്യയെയും അവ എല്ലാം ആരോപണങ്ങളാണെന്ന് ബോധിച്ച് തള്ളിക്കളയുവാൻ സാധിച്ചാൽ സ്ഥൂല സൂക്ഷ്മ പ്രപഞ്ചങ്ങൾക്കതീതവും പരമാത്മതത്വവുമാകുന്ന പരബ്രഹ്മ മാത്രം സത്യസ്വരൂപമായിട്ട് ശേഷിക്കുന്നതായി ബോധിക്കാം. പിന്നീട് ആ ശരീരാന്തർഭാഗത്തുള്ള 6 ഉപാസന സ്ഥാനങ്ങളെയാണ് വെളിപ്പെടുത്തുന്നത്. മനസ്സിനെ കേന്ദ്രീകരിക്കാൻ കുണ്ടലിനി എന്നൊക്കെ കേട്ടിട്ടില്ല. കുണ്ടലിനി ആധാരങ്ങളിലൂടെ എങ്ങനെ എവിടേക്ക് എന്നുള്ള രീതിയിൽ ഇവിടെ ആ ആധാരഭാഗങ്ങൾ വെളിപ്പെടുത്തുക. അതായത് ഉപാസന സ്ഥാനങ്ങൾ എന്തൊക്കെയാണ്? മൂലാധാരം, സ്വാധിഷ്ഠാനം,
മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, ഇങ്ങനെ ഷഡ്ചക്രങ്ങളെ യോഗശാസ്ത്രങ്ങളിൽ ഉപാസനാസ്ഥാനങ്ങളായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഭഗവാന് ഋഷികളുടെ അനുഷ്ഠാന സമ്പ്രദായങ്ങളിൽ സ്ഥൂലദൃഷ്ടികളായ ചിലര് മണിപൂരക ചക്രത്തില് ഭഗവാനെ ആരാധിക്കുന്നു. മനസ്സിനെ കുറെ കൂടി ശുദ്ധിയും ഏകാഗ്രതയും നേടാൻ കഴിഞ്ഞ ആരുണ്യകർ എന്നറിയപ്പെടുന്ന മുനിമാര് ഹൃദയത്തിലെ ദഹരാകാശത്തിലാണ് പരമാത്മതത്വത്തെ ഉപാസിച്ചു വരുന്നത്. പിന്നെയോ ഹൃദയത്തിൽ നിന്ന് ബഹുസഹസ്രം നാഡികൾ ശരീരത്തിന്റെ സകല ഭാഗത്തേക്കും വ്യാപിച്ചിരിക്കുന്നുണ്ട്. അവയിൽ അതിസൂക്ഷ്മവും അത്യുത്കൃഷ്ടവുമാണ് ഈശ്വരപ്രാപ്തിക്കുള്ള സുഷുമ്നാനാഡി. യോഗാനുഷ്ഠാനം കൊണ്ട് പ്രാണനെ സുഷുമ്നയിലൂടെ മേലോട്ടുയർത്തി ശിരസിലെ സഹസ്രാരപത്മത്തിൽ എത്തിച്ച് ബ്രഹ്മരന്ധ്രം ഭേദിച്ച് ശരീരം ഉപേക്ഷിക്കുന്ന യോഗികൾ പിന്നീടൊരിക്കലും ജനന മരണ സ്വരൂപമായ സംസാരത്തിലെ വീഴുകയില്ല. അവർ മുക്തരായിട്ട് തീരും. പരമാത്മാവായ ഭഗവാൻ തന്നിൽ തന്നെ കൊണ്ട് തന്നെ സൃഷ്ടിച്ച നാനാവിധ ശരീരങ്ങളിൽ പ്രവേശിച്ചവനോ എന്ന് തോന്നുമാറ് സ്ഥിതി ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? ദേവ, മനുഷ്യ, മൃഗ, പക്ഷി, വൃക്ഷാദി ദേഹങ്ങളിൽ അവയുടെ ഭേദമനുസരിച്ച് ശ്രേഷ്ഠനായിട്ടും നികൃഷ്ടനായിട്ടും തോന്നപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആഭരണങ്ങളെല്ലാം സ്വർണത്തിൽ നിന്നുണ്ടായി സ്വർണത്തെ ആശ്രയിച്ച് നിലനിൽക്കുന്നത് പോലെയാണ് പ്രപഞ്ചത്തിലെ എല്ലാ ശരീരങ്ങളും പരമാത്മാവിൽ നിന്നുമുണ്ടായി പരമാത്മതത്വത്തെ അവലംബിച്ച് നിലനിൽക്കുന്നത്. ആ പരമാത്മതത്വം അറിയുവാൻ നിഷ്കാമമായി ധർമ്മം ആചരിക്കണം. അപ്പോഴോ എല്ലാ ആഭരണങ്ങളിലും സ്വർണം തന്നെ വ്യാപിച്ചിരിക്കുന്നത് പോലെ സർവ്വതിലും ആത്മാവ് തന്നെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ള അവബോധം അറിയുവാൻ സാധിക്കുകയും ചെയ്യും. സമുദ്രത്തിൽ തിരമാലകളെ എന്നതുപോലെ ഈശ്വരൻ തന്നെയാണ് പ്രപഞ്ചത്തിലെ സകലതിനെയും സൃഷ്ടിച്ചിരിക്കുന്നത്. സമുദ്രത്തിൽ എന്താണ്? അലകളിലും ശാന്തതയിലും അടങ്ങിയിരിക്കുന്നത് ജലം മാത്രം. അതുപോലെ ജീവൻ എന്താണ്? ശരീരത്തിനകത്തും പുറത്തും എന്താണ്? ഈ ആത്മാവ്, പരമാത്മാവ് തന്നെയാണ് സത്യത്തില് വ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ വൈദിക കർമ്മങ്ങളെ കൊണ്ട് എന്നുവെച്ചാൽ ആശ്രമധർമ്മത്തെ ആചരിച്ചുകൊണ്ട് വേണം ഈ സത്യത്തെ ബോധിക്കുവാൻ. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ഈ 4 ആശ്രമങ്ങളിൽ ഏതെങ്കിലും ഒരു ആശ്രമത്തിൽ ഉണ്ടായിരിക്കണം. അല്ലാത്തവരെ ഉഭയഭ്രഷ്ടരെന്ന് പറയുകയാണ്. ഉഭയഭ്രഷ്ടരാകാതെ ധർമ്മം ആചരിക്കുവാൻ 4 ആശ്രമങ്ങളിൽ ഏതെങ്കിലും ഒരു ആശ്രമത്തിലെ ജീവിതചര്യയെ പിന്തുടർന്നുകൊണ്ട് വേണം എല്ലാവരും മുന്നിലേക്ക് പോകാൻ. അങ്ങനെ ഈ ജീവനെ വാസ്തവത്തിൽ അറിയാനുള്ള കരണങ്ങൾ എന്തൊക്കെയാണ്? അന്ധകരണങ്ങൾ എന്തൊക്കെയാണ്? ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങളാണ്. ഈ ഇന്ദ്രിയങ്ങൾക്ക് മനസ്സും, മനസ്സിന് ബുദ്ധിയും, ബുദ്ധിക്ക് ആത്മാവും കാരണമാണ്. ഈ കാരണത്തെ അറിയുവാൻ കാര്യങ്ങൾക്ക് സാധിക്കുമോ? തിരമാല സമുദ്രത്തെ അറിയുവാൻ ശ്രമിച്ച് എന്തായി തീരും? സമുദ്രമായിട്ട് തീരും.
ഒരു തുള്ളി ജലത്തെ സംരക്ഷിക്കുവാൻ എന്താണ്, ആ തുള്ളിയെ ജലത്തിൽ ലയിപ്പിച്ചാൽ മതി, ജലത്തിൽ ചേർത്താൽ മതി, സമുദ്രത്തിൽ ചേർത്താൽ മതി. എന്നുപോലെ പരമാത്മാവിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട ശരീരമനോബുദ്ധീന്ദ്രിയങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ആ ആത്മാവിനെ അറിയുവാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കുന്നു? ബ്രഹ്മയും അത് ബ്രഹ്മം തന്നെയായിട്ട് മാറും. നിഷ്കളങ്ക ഭക്തി കൊണ്ടുവേണം ആത്മാവിനെ അറിയുവാൻ, പരിശ്രമിക്കുവാൻ. അതായത് നിഷ്കളങ്ക ഭക്തി കൊണ്ട് സത്വഗുണം വളരുമ്പോൾ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ആത്മാവിൽ ലയിച്ചൊന്നായി തീരും. അപ്പോൾ ആത്മാവിനെ അറിയുവാൻ സാധിക്കുകയില്ല, പിന്നെയോ സാക്ഷാത്കരിക്കാം, അതായി തീരാം. ജീവന്മാരെന്ത് ചെയ്യണം? ഭക്തിയിലൂടെ ചിത്തശുദ്ധിയെ വളർത്തി ഇന്ദ്രിയ മനോബുദ്ധികളെ ആത്മാവിലടക്കി ആത്മസ്വരൂപത്തെ അനുഭവ സ്വരൂപേണ സാക്ഷാത്കരിക്കുവാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഭഗവാൻ അനേകം അവതാരങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാന്റെ അവതാര ലീലയുടെ മഹിമകള് സജ്ജനങ്ങളുടെ പതനാരവിന്ദങ്ങളിൽ നിന്നും അനർഗളം ഒഴുകുന്നത് ആസ്വദിച്ചുകൊണ്ട് എന്താണ് ഭക്തി വളർത്തണം. അങ്ങനെ ഭഗവാന്റെ രൂപത്തെ ധ്യാനിച്ചുകൊണ്ടും ഭഗവാന്റെ മന്ത്രത്തെ ജപിച്ചുകൊണ്ടും ചെയ്യുന്ന ധർമ്മങ്ങളെല്ലാം അവിടുത്തെ തൃപ്തിക്ക് വേണ്ടി അവിടുത്തെ പൂരിയാണെന്നുള്ള മനോഭാവത്തോടുകൂടി ഇവിടെ ആചരിക്കുക തന്നെ വേണം. ഈ ഭക്തന്മാരിൽ വാസ്തവത്തിൽ എന്ത് സംഭവിക്കുന്നു? അനുനിമിഷം സത്വഗുണം വളർന്നു വരികയാണ് ചെയ്യുന്നത്. ആ സത്വഗുണം വളർന്നു വരുമ്പോഴോ അഹങ്കാരത്തിനും അഭിമാനത്തിനും ദുഃഖത്തിനും ഹേതുവായിരിക്കുന്ന ഞാൻ ശരീരമാണെന്നുള്ള മമതാബന്ധം അവ അങ്ങോട്ടാകൻ. അതങ്ങോട്ടകന്നു കഴിഞ്ഞാൽ പിന്നെന്താണ്? അത് തന്നെയാണ് മുക്തി, മോക്ഷം. ഈ മനുഷ്യ ശരീരം മറ്റേതൊരു ശരീരത്തെക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ? ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഈശ്വരനെ സാക്ഷാത്കരിക്കുവാൻ സാധിക്കുന്നത് പോലെ മറ്റൊരു ശരീരങ്ങളെ കൊണ്ടും അത് സാധ്യമല്ല. കാരണം ഈ ശരീരം കൊണ്ട് നമ്മൾ ആത്മാവിനെ, ഈശ്വരനെ, എന്നെ അറിയുവാൻ വേണ്ടിയിട്ട് പ്രയത്നം ചെയ്യണം. അങ്ങനെ ഭഗവാനെ അറിയുവാൻ ശ്രമിക്കാതെ പ്രേയസിന്റെ മാർഗത്തിലൂടെ, മറ്റ് സുഖഭോഗങ്ങളുടെ മാർഗത്തിലൂടെ പോകുന്നവർ ശ്രേയസ്സിനെ അവഗണിക്കുന്ന മൂഢന്മാരാണ്. ആ മൂഢജനതകളാണ് വാസ്തവത്തിൽ ജനിമൃതികളാകുന്ന സംസാര ചക്രത്തില് ഇങ്ങനെ പുനരപി ജനനം പുനരപി മരണം എന്ന രീതിയിൽ വന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പറയുന്നു, അതായത് മുനിമാര്, അതായത് സന്യാസിമാര്, യോഗികൾ എന്ത് ചെയ്യുന്നു? പ്രാണായാമം കൊണ്ട് പ്രാണനെയും വൈരാഗ്യം കൊണ്ട് ഇന്ദ്രിയങ്ങളെയും യോഗം കൊണ്ട് മനസ്സിനെയും അടക്കിയിരിക്കുന്ന സാധു ജനങ്ങളെ പോലും ഹൃദയപത്മത്തില്, അനാഹത പത്മത്തില് ഏതൊരു ഭഗവാനെയാണോ ഉപാസിക്കുന്നത്, ആ ഭഗവാനെ ശത്രുഭാവത്തിലായാലും നിരന്തരം സ്മരിച്ചതുകൊണ്ട് ഇവിടെ എന്ത് സംഭവിച്ചു? ശിശുപാലൻ മുതലായ ആ അസുരവർഗങ്ങളും മുക്തരായി തന്നെ തീർന്നു. ഭഗവാന്റെ സുന്ദരമായ കരങ്ങളെ കൊണ്ടുള്ള ആലിംഗന സുഖത്തെ കാക്ഷിച്ചവരായ ഗോപസ്ത്രീകളും സ്മരണയുടെ തീവ്രത കൊണ്ട് നേടി ഭഗവാനെ തന്നെ പ്രാപിച്ചവർ മുക്തകളായിത്തീർന്നു.
വലുതിലും ചെറുതിലും അകത്തും പുറത്തും നിറഞ്ഞ പരമാത്മാവാണ് ഭഗവാനെ. അവിടെ നിന്നറിഞ്ഞ് അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ അമൃതത്തെ പാനം ചെയ്തുകൊണ്ട് കഴിയുന്ന ശ്രുതി ദേവതകളായി ഞങ്ങളും വാസ്തവത്തിൽ പ്രാപിക്കുന്നത് അങ്ങയെ തന്നെയാണ്. സന്യാസിമാരുടെയും മഹർഷിമാരുടെയും ശത്രുക്കളുടെയും സ്ത്രീകളുടെയും ശ്രുതി ദേവതകളുടെയും എല്ലാം ഉപാസനാമാർഗം ഭിന്നമാണെങ്കിലും അവരെല്ലാം ഭഗവാനെ പരമാത്മാവായ അങ്ങയിൽ തന്നെ എത്തിച്ചേരും. നമ്മുടെ വേദശാസ്ത്രങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്ന ആചാരങ്ങൾ ധർമ്മം ആചരിക്കുക, അങ്ങനെ വർണ്ണാശ്രമധർമ്മത്തിന് അനുസൃതമായിട്ട് മുന്നോട്ട് പോകുക. അപ്പൊ സംസ്കാരവും ശുദ്ധമാകും. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം അവയെല്ലാം ആർജിക്കുവാനും സാധിക്കും. ഭഗവാനെ, അവിടുത്തെ കൃപയില്ലാതെ അവിടുത്തെ അറിയുവാൻ ആർക്കും സാധ്യമല്ല. അവിടുത്തെ അറിയുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുന്ന് ആയിത്തീരുക തന്നെയാണ്. നിരന്തര സ്മരണ കൊണ്ട്, ജപം കൊണ്ട് ഭക്തജനങ്ങൾ അവിടുന്ന് തന്നെയായിട്ട് മാറുന്നു. വൈശേഷികന്മാരെന്ത് ചെയ്യുന്നു? പരമാർത്ഥ ദൃഷ്ടിയിൽ സത്യത്വമില്ലാത്ത പ്രപഞ്ചത്തെ സത്യമായിട്ട് കരുതി അവർ ഉൽപ്പത്തിയെ വർണ്ണിക്കുവാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ന്യായശാസ്ത്രക്കാരോ ഉള്ളതായി 21 ദുഃഖങ്ങളുടെ നാശമാണ് മോക്ഷം എന്ന് പറയുകയാണ്. എന്താണ് ഉള്ളതായി 21 വിധ ദുഃഖം? അതായത് കാത്, ത്വക്ക്, കണ്ണ്, നാവ്, മൂക്ക്, മനസ്സ്, കേൾക്കല്, സ്പർശിക്കല്, കാണല്, സ്വാദറിയല്, വാസനിക്കല്, സങ്കല്പിക്കല്, ശബ്ദ, സ്പർശ, രൂപരസഗന്ധം, സങ്കല്പം, ശരീരം, സുഖം, ദുഃഖം. ഇതാണ് 21 വിധ ഉപാധികൾ. ഇത് 21 വാസ്തവത്തിൽ എന്താണ്? ദുഃഖകാരണങ്ങൾ തന്നെയാണ്. ഇവയുള്ളതാണെങ്കിലും വാസ്തവത്തിൽ എന്താണ്? ഉള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇവ നശിക്കും. എന്നും നശിക്കാതിരിക്കുന്ന പരബ്രഹ്മബോധമായ ബ്രഹ്മത്തെ, അറിവിനെ ആർജിക്കുക. പിന്നീട് എന്തു പറയുന്നു? ഇവിടെ ജീവന്മാര് അസംഖ്യന്മാരുണ്ടെന്ന് സാഖ്യന്മാരുടെ അഭിപ്രായം. പിന്നെയോ കർമ്മഫലമായ സ്വർഗാദി ലോകങ്ങളിൽ സത്യമാണെന്ന് വിശ്വസിക്കുന്നു മീമാംസകൻ. ആരോപിതമായ ജഗത്തിലെ സത്യബുദ്ധി വെച്ചുകൊണ്ടാണ് ഇവരെല്ലാം ഉപദേശിക്കുന്നത്. വാസ്തവത്തിൽ എന്താണ്? പിന്നെ പറയുന്നു, ആത്മാവ് ത്രിഗുണമയനാണ് എന്ന പ്രതിപാദനം പോലും അജ്ഞാനദശയിലെ വ്യവഹാരം മാത്രമാണ്. സത്വരജസ്തമോ ഗുണങ്ങളാകുന്ന 3 ഗുണങ്ങൾ പ്രകൃതിയുടെ ശക്തികളാണ്. ജ്ഞാനമാത്ര സ്വരൂപനായ പരമാത്മാവിൽ അജ്ഞാനമാത്ര സ്വരൂപിണിയായ പ്രകൃതി പ്രകാശത്തിൽ ഇരുട്ടുന്ന പോലെ ഒരിക്കലും നിലനിൽക്കുകയില്ല. അതുകൊണ്ട് വൈശേഷികം, ന്യായം, സാങ്ക്യം, യോഗം, മീമാംസ എന്നീ ശാസ്ത്രങ്ങൾ പ്രപഞ്ചത്തിൽ സത്യബുദ്ധിയോടുകൂടിയ അജ്ഞന്മാരെ, ജീവന്മാരെ പടിപടിയായിട്ട് അദ്വൈത മതത്തിലേക്ക്, അദ്വൈത ദർശനത്തിലേക്ക്, അദ്വൈത സാക്ഷാത്കാരത്തിലേക്ക് ഉയർത്തുവാനുള്ള ചവിട്ടുപട്ടികൾ മാത്രമാണ്. വാസ്തവത്തിലെ ത്രിഗുണങ്ങളുടെ വികാരവും മനസ്സിന്റെ വെറും പ്രതീതി മാത്രവുമായി ജഗത്ത് സത്യത്തിൽ ഇല്ലാത്തതാണ്. സത്യസ്വരൂപനായ പരമാത്മാവിൽ മനുഷ്യരുൾപ്പെടെയുള്ള ഈ സകല പ്രപഞ്ചവും ഉള്ളതെന്ന പോലെ തോന്നപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ കയറിൽ ആരോപിക്കപ്പെട്ട പാമ്പ് വാസ്തവത്തിൽ എന്താണ്? കയറ് തന്നെയാണ്. അതുപോലെ ആത്മാവിൽ പ്രതിഭാസിക്കുന്ന പ്രപഞ്ച വസ്തുക്കളും ആത്മാവായി തന്നെ അറിയണം. അങ്ങനെ അറിയുന്നവരെയാണ് ആത്മജ്ഞാനികൾ എന്ന് പറയുന്നത്. അതായത് സ്വർണത്തെ ആഗ്രഹിക്കുന്നവര് സ്വർണത്തിന്റെ തന്നെ രൂപഭേദങ്ങളായ ആഭരണങ്ങളെ സ്വർണമായിട്ട് ബോധിക്കുന്നത് പോലെ ജ്ഞാനികൾക്ക് ജഗത്തിനെയും ലോകത്തിലെ സകല വസ്തുക്കളെയും ആത്മസ്വരൂപേണ ബോധിക്കുവാൻ സാധിക്കും.
സമുദ്രത്തിലെ തിരമാലകളെയെല്ലാം സമുദ്രമായി കാണാൻ കഴിയില്ലേ? അപ്രകാരം ആത്മാവിൽ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തെയും ശരീരങ്ങളിൽ അന്തര്യാമി സ്വരൂപേണ പ്രവേശിച്ച ജീവനെയും ആത്മാവിൽ നിന്ന് വേറെയല്ലാതെ കാണുന്നു വിദ്വാൻമാരെ. ആത്മാവ് തന്നെ സർവം ഗല്ലിതമേവാഹം നാനിദസ്തി സനാതനം. അതെ, സകല ജീവജാലങ്ങളിലും ആത്മസ്വരൂപേണ വിളങ്ങുന്നവനായി ബോധിച്ചുകൊണ്ട് ഭഗവാനെ ഭജിക്കുന്നവരെന്താണ്? മൃത്യുവിനെയും അതിക്രമിച്ച മുക്തന്മാരായിട്ട് തീരും. ഭഗവാനെ അവിടുന്ന് ഇന്ദ്രിയ സംബന്ധമില്ലാത്തവനും സ്വയം പ്രകാശസ്വരൂപിയും എല്ലാ ഇന്ദ്രിയ ശക്തികളുടെയും പ്രവർത്തകനാണ്. കാതിനും കേൾക്കാനും, ത്വക്കിനെ സ്പർശിക്കാനും, കണ്ണിന് കാണാനും, നാവിന് സ്വാദറിയാനും, മൂക്കിന് വാസനിക്കാനും, മനസ്സിന് വിചാരിക്കാനുമുള്ള കഴിവ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഭഗവാനെ ജ്ഞാനസ്വരൂപനും പരമാത്മാവുമായ അങ്ങയിൽ നിന്നു തന്നെയാണ്. അതായത് അവിദ്യാവശങ്കരായ ദേവന്മാരും ലോകസൃഷ്ടിയെ ചെയ്യുന്ന ബ്രഹ്മാവും പ്രജാപതികളും ചെറിയ രാജാക്കന്മാർ ചക്രവർത്തിക്കെന്ന പോലെ ഭഗവാനെ അവിടത്തെ പൂജിക്കുകയും അവിടത്തെ ആരാധിക്കുകയും ചെയ്യുന്നു. മനുഷ്യർ ഭൂമിയിൽ അർപ്പിക്കുന്ന പൂജയെ അവിടുന്ന് തന്നെ സ്വീകരിക്കുന്നു. പരമാത്മായ ഭഗവാനെ അവിടത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് വാസ്തവത്തിൽ വായു വീശുന്നത്, അഗ്നി ജ്വലിക്കുന്നത്, സൂര്യൻ ഉദിക്കുന്നത്, മൃത്യുദേവൻ ജനങ്ങളെ സംഹരിക്കുന്നത്. ഭഗവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന ചുമതലകളെ, കൃത്യങ്ങളെ യഥാവിധി അനുഷ്ഠിക്കൽ തന്നെയാണ് ദേവന്മാരുടെ ഭഗവത് പൂജ. അതുകൊണ്ട് വർണ്ണാശ്രമധർമ്മികളായിരിക്കുന്ന നിങ്ങളും ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം മുതലായിരിക്കുന്ന ആശ്രമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന ആചാരധർമ്മങ്ങൾ ആചരിച്ച് ജീവിക്കുമ്പോൾ നിങ്ങളും ഈശ്വര പൂജയെ ആചരിക്കുന്നവരാണ്. നിത്യമുക്തവനായ ഭഗവാനെ, മായക്കതീതനായ അവിടത്തേക്ക് മായയെ ഈക്ഷിക്കലാകുന്ന ലീല ഉണ്ടാകുമ്പോൾ പ്രളയത്തിൽ ലയിച്ചിരുന്ന ജീവന്മാരുടെ കർമ്മവാസനകള് വികസിക്കാനും അതാതു കർമ്മഫലങ്ങളെ അനുഭവിക്കാൻ തക്കതായ ശരീരങ്ങളോടെ സഞ്ചരിക്കുന്നവയും സഞ്ചരിക്കാത്തവയുമായ ജീവജാലങ്ങൾ, ആകാശം പോലെ വസ്തുശൂന്യനും അഗോചരനുമായ ഭഗവാൻ ഒരുവൻ ഉത്കൃഷ്ടനെന്നോ മറ്റൊരുത്തൻ നികൃഷ്ടനെന്നോ ഉള്ള ഭേദം അവിടത്തേക്കില്ല. ഭഗവാനെ ദേവത്വം, വിരക്തം തുടങ്ങി ഉച്ചനീചത്വം ജീവന്മാരുടെ കർമ്മഭേദം ഒന്നുകൊണ്ട് മാത്രം തോന്നുന്നവയാണ്, ഈശ്വരന്റെ പക്ഷപാതം കൊണ്ടല്ല. പരമാത്മാവായ ഭഗവാൻ എല്ലാവരിലും സമനായി നിലകൊള്ളുന്നു. വ്യാസമത്വത്തിന് കാരണം എന്താണ്? അവിദ്യയാണ്. ആത്മവിസ്മൃതിയാകുന്ന അവിദ്യ കൊണ്ടാണ്. അപ്പൊ ഈ ആത്മബോധമാകുന്ന ജ്ഞാനം കൊണ്ട് അവിദ്യ നശിക്കുമ്പോഴെന്താണ്? ജീവഭാവം ഇല്ലാതായിട്ട് ആത്മതത്വം മാത്രം അവശേഷിക്കുക. പ്രകൃതിയും പുരുഷനും ജന്മമില്ലാത്തതാണ്. എല്ലാ ശരീരങ്ങൾക്കും കാരണമായ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നീ പഞ്ചഭൂതങ്ങള്, ശബ്ദസ്പർശ രസഗന്ധങ്ങളാകുന്ന വിഷയങ്ങള്, ശബ്ദാദി വിഷയങ്ങളെ സ്വീകരിക്കുന്ന കാത്, ത്വക്ക്, കണ്ണ്, നാവ്, മൂക്ക് എന്നീ ജ്ഞാനേന്ദ്രിയങ്ങള്, വിഷയങ്ങളെ സമ്പാദിക്കാൻ ഉപയോഗിക്കപ്പെടുന്ന വാക്ക്, കൈ, കാല്, പായു, ഉപസ്ഥം എന്നീ കർമ്മേന്ദ്രിയങ്ങള്, വിഷയങ്ങളെ അനുഭവിക്കാനുള്ള അന്ധകരണമായ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം ഇവയെല്ലാമായി പരിണമിക്കുന്ന ശക്തി വിശേഷത്തെയാണ് വാസ്തവത്തിന് പ്രകൃതി എന്ന് പറയുന്നത്. പ്രകൃതിയെ അറിയുകയും ചൈതന്യവത്താക്കി തീർക്കുകയും ചെയ്യുന്ന ആത്മാവാണ് പുരുഷൻ. അവിടുത്തമായ ഹേതുവായിട്ടാണ് ജീവന്മാർക്ക് വാസ്തവത്തിൽ ആത്മവിസ്മൃതിയും ശരീരമാണ് താനെന്ന തോന്നലും ഉണ്ടാകുന്നത്. അതിന്റെ ഫലമായിട്ട് എന്താണ്? ഞാൻ ജനിക്കുന്നു, മരിക്കുന്നു, സുഖിക്കുന്നു, ദുഃഖിക്കുന്നു എന്നെല്ലാമുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാകും. അതുകൊണ്ട് ഭഗവാന് ശരണം പ്രാപിച്ചു കഴിഞ്ഞാലോ അവർക്ക് മരണഭയത്തിൽ നിന്നും മോചനം ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവയെല്ലാം ബോധിക്കണമെങ്കിൽ എന്ത് വേണം? ഗുരുവിനെ ആശ്രയിക്കണം. ഗുരുപദേശമില്ലാതെ
സ്വയം പ്രവർത്തിക്കുന്നവർക്ക് മനോനിരോധനത്തിനുള്ള പരിശ്രമത്തിൽ പലവിധ ക്ലേശങ്ങൾ അനുഭവപ്പെടും. അതുകൊണ്ട് ഗുരുവിന്റെ ഉപദേശത്തോടുകൂടി മുന്നോട്ടു പോകുന്നവർക്ക് മാത്രമേ ഈശ്വരപ്രാപ്തി സാധ്യമാവുകയുള്ളൂ. ഭഗവാനെ ആശ്രയിച്ച ഭക്തന്മാർക്ക് വളരെ വേഗത്തിൽ മനസ്സിനെ ശുദ്ധമാക്കി തീർക്കുവാൻ സാധിക്കും. ആനന്ദസ്വരൂപനും എല്ലാ സുഖങ്ങളുടെയും ഉറവിടവുമാണ് ആത്മാവ് എന്ന് ബോധിച്ചവർക്ക് സ്വജനങ്ങള്, പുത്രന്മാര്, ശരീരം, ഭാര്യ, ഭർത്താവ്, ധനം, ഗൃഹം, രഥങ്ങൾ മുതലായവ കൊണ്ട് വാസ്തവത്തിൽ എന്ത് പ്രയോജനമാണ്? അവയെല്ലാം ശരീരാഭിമാനികളെ തൽക്കാലത്തേക്ക് മാത്രം സുഖിപ്പിക്കുന്നവയാണ്. ആത്മസുഖത്തിനു മുമ്പിൽ ശാരീരികമായ സുഖം എത്രയോ തുച്ഛമാണ്. അതിനാൽ വിചാരശക്തിയുള്ള വിവേകികള് തുച്ഛങ്ങളും നശിക്കുന്നതുമായ ശാരീരിക സുഖങ്ങളിൽ ഒരിക്കലും ആസക്തരായി തീരുകയില്ല. ഭഗവത് പാദാരവിന്ദങ്ങളെ ഹൃദയത്തിൽ ധ്യാനിക്കുന്നവരും അതുകൊണ്ട് പാപത്തെ നശിപ്പിക്കുന്ന പാദതീർത്ഥത്തോടുകൂടി എന്ന് വെച്ചാൽ ഗുരുപാദുകയുടെ മഹിമയറിഞ്ഞ് ഗുരു ശുശ്രൂഷയിലൂടെ ഗുരുപദേശത്തെ സ്വീകരിച്ച് മുന്നോട്ടു പോകുന്ന ഭക്തജനങ്ങള് അവർക്ക് ഈശ്വരാവബോധം തീർച്ചയായും ഉണർന്നു കിട്ടുക തന്നെ ചെയ്യും. സത്യസ്വരൂപമായ പരമാത്മാവിൽ നിന്നുണ്ടായ പ്രപഞ്ചവും സത്യസ്വരൂപം തന്നെയാണ്. അതുകൊണ്ട് വാസ്തവത്തിൽ ഇവിടെ എന്താണ് അപ്പോ അതെങ്ങനെ യുക്തിക്ക് ചേരും ഈ തീരുമാനം? സത്യസ്വരൂപനായ പരമാത്മാവിൽ നിന്നുണ്ടായ പ്രപഞ്ചവും സത്യം തന്നെയാണ് എന്നുള്ളത് യുക്തിക്ക് തീരുമാനില്ല. കാരണം യുക്തിപൂർവം വിചാരം ചെയ്യുമ്പോൾ ജഗത്ത് സത്യമല്ലെന്ന് ബോധിക്കാൻ കഴിയും. കാരണം ഉപാദാന കാരണം 3 വിധത്തിലുണ്ടായി. അതായത് വസ്ത്രത്തിന് നൂല് ആരംഭോപാദാന കാരണമാണ്, തൈരിന് പാല് പരിണാമോപാദന കാരണമാണ്, കയറ് മന്ദാന്തകാരത്തിൽ അതിൽ തോന്നപ്പെടുന്ന പാമ്പിനെ വിവർത്തോപാദന കാരണവുമാണ്. ഇപ്പൊ ജഗത്തിന് പരമാത്മാവായ ഭഗവാൻ വിവർത്തോപാദന കാരണമാകുന്നു. അതായത് ജഗത്തിന് കാരണമായ സത്യസ്വരൂപനായ പരമാത്മാവിൽ നിന്നുണ്ടായ ജഗത്തെ സത്യമായി കൊള്ളണമെന്നില്ല. കാരണം അച്ഛനിൽ നിന്നുണ്ടായ പുത്രൻ പിതാവിൽ നിന്ന് വേറെയാണ്. അതുപോലെ കാര്യത്തിൽ നിന്നുണ്ടായ കാര്യം എപ്പോഴും കാരണത്തെ പോലെ തന്നെ ഇരിക്കണമെന്നത് നിർബന്ധമില്ല. ചിലപ്പോൾ കാരണത്തിൽ നിന്നുണ്ടായ കാര്യം കയറിൽ തോന്നപ്പെടുന്ന പാതെന്ന പോലെ മിഥ്യയായി തീരുകയും ചെയ്യും. മായയോട് ചേർന്ന പരമാത്മാവാണ് ജഗത്തിന് വാസ്തവത്തിൽ കാരണമായിരിക്കുന്നത്. സത്യസ്വരൂപനായ പരമാത്മാവിനെ മിഥ്യയായ മായയോടൊരിക്കലും ചേർച്ച ഉണ്ടാകുന്നില്ല. അതിനാൽ ജഗത്തിന് ഉപാദാനമേയില്ല. വ്യവഹാരത്തിന് പ്രയോജനപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് പ്രപഞ്ചം സത്യമാവുകയില്ല. അനാദികാലം മുതൽ ആജ്ഞപരമ്പര പ്രപഞ്ചത്തെ സത്യമായിട്ട് ബോധിക്കുന്നുണ്ടെന്നതുള്ളതൊരു വാസ്തവമാണ്. എന്നാൽ വ്യവഹാരത്തിന് സത്യത്വമില്ല. നാണയം വ്യാജമാണെങ്കിലും അത് വ്യാജമാണെന്നറിയാത്തവരുടെ ഇടയിൽ അതുകൊണ്ട് വ്യാപാരം നടക്കുന്നത് പോലെ അജ്ഞരുടെ ദൃഷ്ടിയില് പ്രപഞ്ചവും സത്യമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കർമ്മത്തിലുള്ള ശ്രദ്ധ നിമിത്തം പൂർവാപര വിചാര ശക്തിയില്ലാതായി തീർന്ന അജ്ഞന്മാരെ അങ്ങയുടെ വേദവാക്യങ്ങൾ മോഹിപ്പിക്കുകയാണ്. കർമ്മഠന്മാര് വേദത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന കർമ്മങ്ങളെ കൊണ്ട് സമ്പാദിക്കപ്പെടുന്ന സ്വർഗലോകപ്രാപ്തിയാണ് ജീവിത ലക്ഷ്യമെന്ന് തെറ്റിദ്ധരിച്ച് കാമ്യകർമ്മങ്ങളെ ചെയ്തു വരുന്നു. വിഷയവൈരാഗ്യമില്ലാത്തതിനാൽ സംസാര നിവൃത്തിയാണ് വേദത്തിന്റെ താല്പര്യമെന്ന് അവർക്ക് അറിയുവാൻ സാധിക്കുന്നില്ല. വാസ്തവത്തില് സൃഷ്ടിക്ക് മുമ്പ് ഈ പ്രപഞ്ചം ഉണ്ടായിരുന്നില്ല, പ്രളയത്തിൽ ഇല്ലാതാവുകയും ചെയ്യും. സൃഷ്ടിക്കും പ്രളയത്തിനുള്ളിൽ പരമാത്മാവായ ഭഗവാനിൽ മിഥ്യാരൂപേണ ഇത് പ്രതിഭാസിച്ചുകൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആഭരണങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പും അവയെ ഒരുക്കിയതിനു ശേഷവും ആഭരണമായിരിക്കുമ്പോഴും സ്വർണം മാത്രമല്ലാതെ മറ്റൊന്നുമില്ല. അതുപോലെ സൃഷ്ടിക്ക് മുമ്പ് ഇല്ലാത്തതും പ്രളയത്തിൽ ഇല്ലാതായി തീരുന്നതുമായി ജഗത്തെ ആത്മസ്വരൂപനായ ഭഗവാനിൽ ജീവന്റെ ഭ്രമം കൊണ്ട് തേർന്നപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആത്മാവിലാണ് മനസ്സ് വികസിച്ചു നിൽക്കുന്നത്. മനസ്സിന്റെ ഭാവനയായ പ്രപഞ്ചത്തെ
സത്യമായി ധരിക്കുന്നവരെ അവിദ്വാൻമാരാണ്, അപണ്ഡിതന്മാരാണ്, അജ്ഞാനികളാണ്, സംസാരികളാണ്. ഭഗവാന്റെ മായ ഹേതുവായിട്ട് ജീവന്മാര് അവിദ്യയിൽ പെട്ടുപോകുന്നു. അപ്പോഴോ സത്വം, രജസ്, തമസ് എന്നീ ഗുണങ്ങളെയും അവയുടെ വികാരങ്ങളായ മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ശരീരം ഇവയെയും താനെന്ന് തെറ്റിദ്ധരിക്കുകയും അവയുടെ ധർമ്മങ്ങളെ തന്റേതായിട്ട് അഭിമാനിക്കുകയും ചെയ്യും. അതോടെ തന്റെ വാസ്തവമായ നിജസ്വരൂപത്തെ, നിജാനന്ദത്തെ മറന്ന് ജനന മരണ സ്വരൂപത്തിലുള്ള സംസാരത്തെ പ്രാപിക്കുകയും ചെയ്യും. ഭഗവാനെ ആർക്കും അവബോധത്തിന് വിഷയമാകാത്ത അവിടത്തെ അപാര മഹിമ, ആ മഹിമയിൽ എന്താണ്? അണിമ, മഹിമ മുതലായ ഐശ്വര്യങ്ങളാകുന്ന സിദ്ധികൾ കൂടി അവിടത്തെ മുമ്പിൽ നിഷ്പ്രഭമാണ്. പിന്നെ പറയുന്നു, ഈ വിഷയാസക്തിക്കു കാരണമായ വാസനകളെ ഉന്മൂലനാശം ചെയ്യാതെ ബാഹ്യേന്ദ്രിയങ്ങളെ മാത്രം അടക്കിയവർക്ക് അവർ ജ്ഞാനികളാണെങ്കിൽ പോലും സ്വന്തം ഹൃദയത്തിൽ ആത്മസ്വരൂപേണ വിളങ്ങുന്ന ഭഗവാനെ അറിയുവാൻ സാധിക്കില്ല. അതായത് കഴുത്തിലണിഞ്ഞ രത്നമാലയെ മറന്ന് മാല നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് ദുഃഖിച്ച് പല ദിക്കിലും അന്വേഷിച്ച് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരെ പോലെ അവർ ആത്മവിസ്മൃതിയിൽ മുഴുകി ജീവിക്കുകയാണ് ചെയ്യുന്നത്. കാപഠ്യമെല്ലാം കഴിഞ്ഞ് ഭഗവാനെ ആശ്രയിക്കണം. സത്വാദി ഗുണങ്ങളിലൂടെ പ്രകടമായി തീരുന്ന ഭഗവാനെ അങ്ങയെ പരമാർത്ഥ സ്വരൂപേണ അറിഞ്ഞവര് കർമ്മഫലത്തെ നൽകുന്ന അവിടുത്തെ സാന്നിധ്യം ഹേതുവായിട്ടുണ്ടാകുന്ന പുണ്യപാപങ്ങളെയോ സുഖദുഃഖങ്ങളെയോ അറിയുന്നില്ല. ശരീരാഭിമാനികളെ ഉദ്ദേശിച്ചുള്ള വിധി നിഷേധങ്ങളും അവരെ ബാധിക്കുന്നില്ല. ദേഹബോധമുള്ളപ്പോൾ മാത്രമേ ധർമാധർമ്മ ചിന്തയുണ്ടാകുന്നുള്ളൂ. ജ്ഞാനം കൊണ്ട് ദേഹാഭിമാനത്തിനും അതീതരായിട്ട് തീരുവാൻ സാധിക്കും. ഓരോ യുഗത്തിലും അവിടുത്തെ കഥകൾ കേട്ടും നാമസങ്കീർത്തനം ചെയ്തും ഉപദേശങ്ങളെ വിചാരം ചെയ്തും ഭഗവാനെ എപ്പോഴും ഹൃദയത്തിൽ ധരിച്ചുകൊണ്ട് കഴിയുന്ന സന്യാസിമാർക്ക്, ഭക്തന്മാർക്ക് വിധി നിഷേധങ്ങളും ധർമാധർമ്മങ്ങളും ബാധകമല്ല. അവർക്ക് അങ്ങ് മുക്തിപ്രദനായിട്ട് തന്നെ പ്രകാശിക്കുന്നു. ജ്ഞാനികളും ഭക്തന്മാരും ശരീരാഭിമാനത്തിന് അതീതരായിട്ട് മുക്തന്മാരായി തീരുക തന്നെ ചെയ്യുന്നു. അനന്തനാം പരമാത്മാവായ അവിടുന്ന് എന്നതിനാൽ ദേവശ്രേഷ്ഠന്മാർക്കും അങ്ങേക്ക് പോലും ഭഗവാന്റെ അവസാനത്തെ അറിയുവാൻ സാധിക്കുകയില്ല. സഗുണനായ ഭഗവാന്റെ മഹിമകള് അവസാനമില്ലാത്തതിനാലും നിർഗുണനായ ഈശ്വരൻ അറിവിന് വിഷയമല്ലാത്തതിനാലും ആർക്കും അവിടത്തെ അതിരറിയാൻ സാധിക്കില്ല. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, അഹങ്കാരം, മഹത്തത്വം എന്നീ ആവരണങ്ങളോടുകൂടിയ കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങള് കാറ്റിൽ പൊടിപടലങ്ങൾ എന്ന പോലെ പരബ്രഹ്മസ്വരൂപിയായ അങ്ങയിലെ കാലപ്രഭാവത്താൽ പാറിക്കളിച്ചു കൊണ്ടിരിക്കുന്നു. അതിനാൽ വേദങ്ങൾ അറിവിന് വിഷയങ്ങളായ എല്ലാത്തെയും ഓരോന്നായി ഇതല്ല എന്ന് നിഷേധിച്ചുകൊണ്ടാണ് നിർഗുണ ബ്രഹ്മത്തെ ഉത്ബോധിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കുകയാണ്. സർവ വിഷയങ്ങളെയും ഉപാധികളെയും ഇപ്രകാരം നിഷേധിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്ന ആത്മതത്വത്തെ താനായി ബോധിക്കൂ. അങ്ങനെയാണ് വേദം നിർദ്ദേശിക്കുന്നത്. ഇങ്ങനെയാണ് വാക്കിനും മനസ്സിനും അതീതമായി നിർഗുണ ബ്രഹ്മത്തെ വേദങ്ങൾ പ്രകാശിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് ഉപദേശം ശ്രുതിതത്വം അവസാനിപ്പിക്കുകയാണ്. സകല വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും പുരാണങ്ങളുടെയും സർവസ്വമായി ഈ ശ്രുതിഗീതയെ ശ്രീ നാരായണ മഹർഷി നാരദ മഹർഷി വ്യാസമഹർഷിക്കും ഉപദേശിച്ചു കൊടുത്തു. ഈ പ്രപഞ്ചം തന്നിൽ പ്രകാശിക്കണമെന്ന് സങ്കല്പിച്ചവനും സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളുടെ ആദ്യമധ്യാന്തവസാനങ്ങളിൽ വിളങ്ങുന്നവനും പ്രകൃതിയായും പുരുഷനായും പ്രകൃതി പുരുഷന്മാർക്ക് അതീതനായും പ്രകാശിക്കുന്നവനും ശരീരങ്ങളെ സൃഷ്ടിച്ച അവയിൽ അന്തര്യാമി സ്വരൂപേണ പ്രവേശിച്ച് എല്ലാ ജീവന്മാരെയും ശാസിക്കുന്നവനുമാണ് പരമാത്മാവൻ. ഉറങ്ങുന്നവൻ ശരീരത്തെ മറക്കുന്നത് പോലെ പരമാത്മതത്വത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ജീവന് മായയെ ഉപേക്ഷിക്കുവാൻ സാധിക്കും. ജ്ഞാനമാകുന്ന സ്വരൂപം കൊണ്ട് നിജാമൃതം അനുഭവിച്ചാൽ ബോധിച്ചാൽ മായയെയും മായാകാര്യങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് വിളങ്ങുന്ന പരബ്രഹ്മസ്വരൂപിയായ ഭഗവാൻ ശ്രീ
ഹരിയെ സദാസമയവും അറിയുവാൻ സാധിക്കും. അതിനുവേണ്ടി ധ്യാനിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ ശുകബ്രഹ്മർഷി ശ്രുതിഗീത പ്രകരണത്തെ ഉപസംഹരിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സ് വികസിക്കുമ്പോൾ സഗുണനായിട്ടും മനസ്സടങ്ങുമ്പോൾ നിർഗുണനായിട്ടും വിളങ്ങുന്ന ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമുക്കെല്ലാവർക്കും ശ്രുതിഗീതയുടെ താല്പര്യം അറിഞ്ഞ് അനുഭവം അതീതമായി പ്രകാശിക്കുന്ന പരബ്രഹ്മത്തെ തത്വം അറിയുവാൻ സാധിക്കട്ടെ എന്ന് ഗുരുക്കന്മാരെയും അതുപോലെ സച്ചിദാനന്ദ സ്വരൂപമായ ഭഗവാനെയും ശ്രുതിഗീതയെയും അതുപോലെ ഭാഗവതത്തെയും സാക്ഷി നിർത്തിക്കൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. നമുക്കെല്ലാവരും ഭാഗവത ധ്യാനത്തിലൂടെ കൃതകൃത്യതയെ ആർജിക്കുവാനുള്ള മഹിമയെ വീണ്ടും അറിയുവാൻ വേണ്ടി പ്രയത്നം ആരംഭിക്കാം.